ഗാസയിലെ സ്ഥിതി രൂക്ഷമായി മുന്നോട്ടു പോവുകയാണ്. അതിനിടെ സ്വകാര്യ കരാറുകാരെ വെച്ച് ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച സഹായ വിതരണ സംവിധാനം പരാജയപ്പെട്ടു. ചൊവ്വാഴ്ച റഫേലെ വിതരണ കേന്ദ്രത്തിന്റെ വേലി കടന്നു തിക്കിത്തിരക്കിയ ജനക്കൂട്ടത്തിനു നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ബുധനാഴ്ച 6 പേരെ കൂടി സൈന്യം വെടിവെച്ച് കൊന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. 48 പലസ്തീൻകാർക്ക് പരിക്കേറ്റു. ഇതോടെ US പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിതരണം നിർത്തിവെച്ചു. ഗാസയിൽ പട്ടിണിയിലായ ലക്ഷങ്ങൾക്ക് സഹായമെത്തിക്കാൻ ഈ സംവിധാനം മതിയാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി UN ഏജൻസികൾ നേരത്തെ ഫൗണ്ടേഷനെ ബഹിഷ്കരിച്ചിരുന്നു. ഭക്ഷണത്തിനായി എത്തിയ ആയിരക്കണക്കിന് പലസ്തീൻകാർക്കു നേരെ ഇസ്രയേൽ ടാങ്കുകൾ നിറയൊഴിച്ചെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. സഹായ വിതരണം നടത്തിയ സൈനിക കരാറുകാരാണ് വെടിവെച്ചതെന്നും റിപ്പോർട്ടുണ്ട്. യുദ്ധകാലം അത്രയും ഗാസയിലെങ്ങും വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചാണ് UN ഏജൻസികൾ ദുരിതാശ്വാസം നടത്തിയിരുന്നത്. ഈ സംവിധാനത്തിന് പകരമായാണ് തെക്കൻ ഗാസയിൽ മാത്രം വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ നടത്താനായി ഇസ്രായേൽ തീരുമാനിച്ചത്. നിലവിൽ പലസ്തീൻകാരെ പൂർണ്ണമായും ഒഴിപ്പിച്ച റഫേലാണ് GHFന്റെ 2 വിതരണ കേന്ദ്രവും. ഖാൻ യൂനിസിലെ താൽക്കാലിക കൂടാരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പലസ്തീൻകാരാണ് ചൊവ്വാഴ്ച വിതരണ കേന്ദ്രത്തിലെത്തിയത്. US ഇസ്രായേൽ പിന്തുണയോടെ അമേരിക്കൻ സൈനിക കരാറുകാരുടെയും മുൻ സൈനിക ഓഫീസർമാരുടെയും നേതൃത്വത്തിലാണ് ഈ വർഷാദ്യം GHF പ്രവർത്തനം ആരംഭിച്ചത്. അതിനിടെ യമൻ തലസ്ഥാനമായ സനായിലെ രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി. ഹൂതികൾ ഉപയോഗിച്ചിരുന്ന അവസാന വിമാനവും തകർത്തെന്നും അവകാശപ്പെട്ടു. ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് ലിയോ 14 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. രാജ്യാന്തര നിയമങ്ങൾ പാലിക്കാൻ ഇസ്രായേൽ സൈന്യത്തോടും ഹമാസിനോടും മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിരുന്നു. അതേസമയം ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സുരക്ഷാ കൌൺസിലിനോട് അഭ്യർത്ഥിക്കുന്നതിനിടെ ഐക്യരാഷ്ട്രസഭയിൽ പൊട്ടിക്കരഞ്ഞ് പലസ്തീൻ അംബാസഡർ റിയാദ് മൻസൂർ. പലസ്തീനിലായാലും ഇസ്രായേലിലായാലും സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. എന്നാൽ ആഗോള പ്രതികരണങ്ങളിൽ ഇരട്ടത്താപ്പുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പലസ്തീനുകളുടെ ദുരവസ്ഥ അന്താരാഷ്ട്ര സമൂഹം അവഗണിക്കുകയാണെന്ന് മൻസൂർ ആരോപിച്ചു. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 54,000 കടന്നു. ഇതുവരെ 54,056 പലസ്തീനികൾ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ തിങ്കളാഴ്ച അറിയിച്ചത്. മാർച്ച് 18-നാണ് ഇസ്രായേൽ സൈന്യം ഗാസ മുനമ്പിൽ ആക്രമണം പുനരാരംഭിച്ചത്. അതിനുശേഷം നടന്ന ആക്രമണത്തിൽ 3,822 പേർ കൊല്ലപ്പെടുകയും 11,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയ്ക്ക് മേലുള്ള ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ കഴിഞ്ഞ നവംബറിൽ യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഗാസ മുനമ്പിലെ കൂട്ടക്കുരുതിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നും വംശഹത്യ കേസ് ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.